grace. ഇത് പറഞ്ഞപ്പം, so what baptism is the sign of the new covenant of God. And the Bible is a story of continuity. So നമ്മള് ബൈബിളിനെ, we cannot understand the Bible in its entirety if we just read the New Testament. നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് മാത്രം വായിച്ചുകൊണ്ട് പറയുക ഇതാണ് ബൈബിളിന്റെ കംപ്ലീറ്റ്, ദാറ്റ് ഇസ് നോട്ട്. ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് പറയുന്ന whatever is said in the Old Testament, the fulfillment of that is there in the New Testament. So this is the first thing we need to understand, that Old Testament പറയുന്ന കാര്യങ്ങൾ whatever is said, New Testament is not that, New Testament is not that it does not have any connection with the Old Testament. Old Testament പറയുന്ന കാര്യങ്ങളുടെ fulfillment ആണ് New Testament. So Shalom, next slide. Yeah. So ഈ ഒരു പോയിന്റ് ഞാൻ പറയുമ്പം ഫസ്റ്റ് comes that God's covenant with Abraham. Okay. So ആരെങ്കിലും ഒരാൾക്ക് മലയാളത്തില് ഉൽപ്പത്തി പുസ്തകം 17:9 മുതൽ 13 വരെ ഒന്ന് വായിക്കാമോ? ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷ പ്രജയായൊക്കെയും പരിച്ഛേദനം ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളം ആകും. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദനം ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതിയല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷ പ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ഈ ഒരു പോർഷനിൽ നമ്മൾ വായിക്കുന്നത് ഗോഡ് ഏബ്രഹാമിന് കൊടുക്കുന്ന ഒരു പ്രോമിസ് ആണ്. അതായത് ആ പ്രോമിസും ദാറ്റ് ഐ വിൽ ഗിവ് യു ലോട്ട് ഓഫ് ചിൽഡ്രൻ, ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ്, ആൻഡ് ദ പ്രോമിസ് ദാറ്റ് ഗോഡ് ഇസ് ഗിവിംഗ് ഏബ്രഹാം. അപ്പൊ ആ പ്രോമിസ് ആണ് നമ്മൾ വായിച്ചതും. ആ പ്രോമിസിന് കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ എന്തുവാണ്? ദാറ്റ് ഈസ് സർക്കംസിഷൻ. ആ സർക്കംസിഷനെ കുറിച്ചാണ് ദൈവം ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് ഏബ്രഹാമിന് സൈൻ കൊടുത്തത് എപ്പോഴാണ്? സോ നമ്മൾ ആ 17 വേഴ്സിന്റെ ഇച്ചിരി മുമ്പോട്ട് വായിക്കുമ്പം വി സീ ദാറ്റ് ഏബ്രഹാം ആദ്യം ഫെയ്ത്ത് കൺഫെസ് ചെയ്തു, ദാറ്റ് ഐ ബിലീവ് ഇറ്റ് യു ഗോഡ്. അത് കഴിഞ്ഞിട്ടാണ് ഗോഡ് കവനന്റ് കൊടുക്കുന്നത്, കവനന്റിന്റെ സൈൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് വേഴ്സ് ജെനസിസ് 21:4 നമ്മൾ വായിക്കും, 8 days after Isaac was born, Abraham circumcised him as God had commanded. So God in the commandment ഉണ്ടായിരുന്നു to circumcise Isaac. Okay, so it is very important that God wanted Isaac to be circumcised when he was 8 days old. 8 days old. ഇത് വെച്ച് നമ്മൾ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മനസ്സിലാക്കുന്നത്, ദാറ്റ് ഏബ്രഹാമിന് സർക്കംസിഷൻ കിട്ടിയത് വാസ് ഓൺലി ആഫ്റ്റർ ഹി കൺഫെസ്ഡ് ഫെയ്ത്ത് ടു ഗോഡ്. അതായത് ദൈവത്തോട് ഫെയ്ത്ത് കൺഫെസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഏബ്രഹാമിന് കവനന്റ് ആൻഡ് അതിന്റെ സൈൻ കിട്ടിയത്. വേറാസ് Isaac got it when he was only 8 days old. That Isaac is not old enough. ആ പ്രായമായിട്ടില്ല അത് മനസ്സിലാക്കാൻ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തുവാണ്, ആ സൈൻ ഓഫ് ഫെയ്ത്തിന്റെ. ബട്ട് ഐസക് സ്റ്റിൽ ഗോട്ട് ഇറ്റ് because that was God's commandment. Shalom, next slide.
Yeah. So ഈ ഒരു പോർഷൻ മോസസ് ആൻഡ് സിപ്പോറ വീണ്ടും ആരെങ്കിലും മലയാളത്തിൽ ഒന്ന് പെട്ടെന്ന് വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 4 വേഴ്സ് 24 to 26. പുറപ്പാട് വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ചു അവന്റെ കാൽക്കലിട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പാസേജിന്റെ സിഗ്നിഫിക്കൻസ് എന്തോന്ന് പറഞ്ഞാൽ ഹിസ് സൺ മോസസ് ഡിഡ്ന്റ് സർക്കംസൈസ് ഹിസ് സൺ. അതായത് ദൈവം കമാൻഡ് ചെയ്ത സൈൻ മോസസ് മകന് കൊടുത്തില്ല. അപ്പം ഈ ഒരു ഇൻസിഡന്റ് കാരണം ഇവൻ God was so angered that God came to even kill Moses. From this one passage signifies the importance of giving, or how important it is for God that we give the sign of the covenant to children. That we should not be denying something. So Moses avante magan aa covenant inde sign deny cheyadappam God even came to kill him. So if it is Moses, we should understand the seriousness of how what God thinks about giving the sign to the offspring. What we need to understand is that there is an Old Testament church. So we are the New Testament church. Then the Old Testament church is including of Abraham, Isaac. Our covenant with God is circumcision. So that is what I am explicitly trying to say. Appam, can we go to the next slide? So Galatians chapter 3 verse 26 to 29. So I am just speaking everything from the Bible, so there is no argument on anything that I am saying. So for you all are children of God through faith in Christ Jesus, and all who have been united with Christ in baptism have put on Christ like putting on new clothes. There is no longer Jew or Gentile, slave or free, male and female, for you are all one in Christ. And now that you belong to Christ, you are the true children of Abraham. You are his heirs, and God's promise to Abraham belongs to you. So ഗലാത്യ ലേഖനം 3:29 നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം അബ്രഹാമിന് കൊടുത്ത പ്രോമിസ് എന്തുവാണോ? So we are also entitled to that same promise. Abrahamന് കൊടുത്ത പ്രോമിസ് we read in Genesis chapter 17. Our same promise നമുക്കും we also are eligible for that same promise. What is changed? That Abrahamന് കൊടുത്ത പ്രോമിസിന്റെ ഫുൾഫിൽമെന്റ് ആണ് ജീസസ്. So നമ്മൾ മാത്യു 1 വായിക്കുമ്പോൾ the first thing that we read is the ancestry from Abraham to Jesus. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം that എബ്രഹാമിന്റെ മോൻ ഐസക്കിന്റെ മോൻ ജേക്കബിന്റെ മോൻ ജൂഡ, അങ്ങനെ the lineage till Jesus is shown. So അബ്രഹാമിന്റെ മകനായ യേശുവിൽ the promise God gave to Abraham is getting fulfilled. So Jesus വന്നപ്പം പഴയ covenant, the old covenant that was with Abraham was modified or improved, and now we have a new covenant. Our new covenant in the sign ആണ് baptism. So when you look at it and understand it this way, it is so simple to see that the old covenant is just being changed to the new covenant. I am not saying that circumcision and baptism are the same thing. Circumcision, but what I'm trying to say is that they are both the promise of God, and baptism is the fulfillment of what God promised in circumcision. So next slide, Shalom. Yeah. So at this point we come to a very pertinent question. ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ, that is we as in the Marthoma Church, do we have believers baptism? അപ്പം ഇതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം. That believers baptism എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതായത് ഒരാള്
പറയുകയാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, and only after that he is given baptism. Do we have this practice in our church? Yes, we do. We do practice that a person will become or will be part of the church only after he confesses his faith and then he is baptized. But this is not for all of us. This is for the people who are newly joining our church or newly become Christians. So if we see in our mission field, the people whom we baptize there, they are all baptized in the believer's baptism. If you see Acts chapter 2 verse 38, each of you must repent of your sins and turn to God and be baptized in the name of Jesus Christ for the forgiveness of your sins. Then you will receive the gift of the Holy Spirit. First time Christians ആണ്. അപ്പം ആദ്യമായിട്ട് വരുമ്പം അവരെന്ത് first they need to confess their faith and then only they will get baptized. New Testament നമ്മൾ എവിടെ നോക്കിയാലും this is the only thing that we can see, because New Testament time everybody is a first time Christian. ആരുടെയും നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ന്യൂ ടെസ്റ്റമെന്റിൽ ആരുടെയും പേരൻസ് ക്രിസ്ത്യൻ ആയിരുന്നു, ആൻഡ് ദെൻ വി സീ ദാറ്റ് their son, അവരുടെ മകനോ മകളോ, they are growing up as a Christian and adulthood എത്തിക്കഴിഞ്ഞിട്ട് ബാപ്റ്റിസം കിട്ടുന്ന ഒരു എക്സാമ്പിൾ പോലും ബൈബിളിലില്ല. That itself should point out that അങ്ങനെ ഒരു എക്സാമ്പിൾ ഇല്ലാത്തപ്പം how can we say that infant baptism is not instituted by God? The baptisms that we see in the Bible, they are all baptisms of first time Christians. Can we go to the next slide? Yep. So 1 Corinthians 7 verse 14, another verse. So ഇത് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ മലയാളത്തിൽ? 7 verse 14. 1 Corinthians 7 verse 14. ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടു, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴും അവർ വിശുദ്ധർ ആവുന്നു. അവിശ്വാസി തിരിയട്ടെ. ഈ വേഴ്സിന് പർട്ടിക്കുലർ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ ഒരു വേഴ്സ് നമ്മളിപ്പം സ്റ്റഡി ചെയ്യുമ്പം ലാംഗ്വേജ് യൂസ്ഡ് ഇസ് കവനന്റ് ലാംഗ്വേജ്, അതായത് ഗോഡിന്റെ പ്രോമിസിന്റെ ലാംഗ്വേജ് ആണ്. സോ നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് ദാറ്റ് if either one of the partners are unbelieving, but because of the believing partner the child is holy. Appo child holy nu parayumbam what does it mean? Holy nu paraya is the child going to go to heaven just because one of the partners is believing? It doesn't mean that. Child is holy nu paraya and artham the child is eligible for receiving the sign of the covenant. Adayithu the child is eligible for in the Old Testament baptism, in the New Testament circumcision. Sorry, in the New Testament baptism. So, here passage is very significant when we try to understand what exactly is God's plan for us. So, in a wedding, even if one partner is believing, God is still giving the benefit of the believing partner because of that person who will bring up the child in God's faith. Shalom, next slide. I think there is one above. Yeah. So far, nammal old covenant and new covenant in the difference. I mean, I was trying to say, show you guys what is the old covenant and what is the new covenant. So, ഞാൻ അതിനെ ഒരു tabular format ലാക്കി ഇവിടെ. Old covenant in the sign ആണ് circumcision, new covenant in the sign ആണ് baptism. Old covenant ആരൊക്കെ ഉണ്ടായിരുന്നു? Mostly the Jews, the direct descendants of Abraham, his slaves, and few people from outside who used to get circumcised and join the Jewish tradition. New covenant ആരൊക്കെയാണ്? Jews ഉണ്ട്, Gentiles ഉണ്ട്, and everyone. Old covenant was given, the sign of the old covenant was given only to males. അതായത് ആണുങ്ങൾക്ക് മാത്രമായിരുന്നു അന്ന് ആ സൈൻ കൊടുക്കുന്നത്. But new covenant we can see the Samaritans and lot of other examples in the Bible. It started being given to both men and women.
old covenant in a faith വേണോ? Yes, we have seen that Abraham confessed faith and professed faith, and only after that he was given the old covenant. New covenant, we know that we need to make a confession of faith. Old covenant is administered to infants as per God's command. അപ്പം ഗോഡിന്റെ കമാൻഡ് നമ്മൾ കണ്ടു that old covenant sign should be instituted to infants. അപ്പം the question comes that why should we deny the new covenant, which is the fulfillment of the old covenant, and why should we deny that to infants? That is a very important question that we need to ask. Other point is that I'm not taking out all the Bible verses in the interest of time. New Testament, we'll see many passages which speak about entire households getting baptized. Jailer, Cornelius, there are a lot of households that are getting baptized. So this also is, if not directly but indirectly, we can understand that there might have been some kids in those households, just that explicitly that the adults and the infants were baptized. So even if there is no direct commandment, direct writing, we could also take the household as an example that everybody in those families were baptized. Next slide. Yeah. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമാണ്, ബൈബിളിൽ എന്താണ് എക്സ്പ്ലിസിറ്റ്ലി ഇത് എഴുതാത്തത്? സോ ദ ബൈബിൾ എഴുതിയേക്കുന്നത് or the epistles and the scriptures are written primarily for the Jews and people who know the Jewish religion. So Jews already are aware that the old covenant can be instituted to kids. അപ്പം ഒരു covenant വരുവാണ്. So there are a lot of passages saying how circumcision replaces the old covenant, as baptism replaces circumcision as a new sign. So ആ പുതിയ covenant വരുമ്പം the Jews already know that the sign of the covenant is instituted to children. അപ്പം അറിയാവുന്ന ഒരു കാര്യം, എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതിയിട്ടില്ല. We could look at it that way. That അറിയാം, everybody knows, അവിടെ എല്ലാവർക്കും അറിയാം that circumcision കൊച്ചു പിള്ളേർക്കും കൊടുക്കാറുണ്ട്. അപ്പം ബാപ്റ്റിസം വരുമ്പം because it's the fulfillment, now it is the sign needs to be modified from circumcision, and that is why we have a new sign, baptism, and that is instituted to both men and women. Why should children be executed? The Jews already knew that, and that is why there is no explicit commandment against that. There are other things that God wanted to change, and that is explicitly written. Now I have said that in the beginning that I will speak only from the Bible, but we should also understand things or the history a little bit outside the Bible also. So the earliest text, അതായത് 2nd century AD, 2nd century, 3rd century, we have written documented proof that infant baptism is the practice across all the churches in Christendom at that point. 2nd century AD is just 200 years after Christ. Apam people who argue that no, it changed in those 200 years, it's a argument that in those 200 years, if all the churches across the globe, the world all churches adopted infant baptism in just those 200 years, then there should be some written document which is not there, and that itself is a very and that itself is a point from silence. There is no proof that church changed the practice in 200 years. In fact, when I studied about this, the Baptist movement came in 1600 AD. That is almost 1300 years after documented proof that we have. So the way I look at it, the adult baptism, what people claim, that practice started only 400 years from today. And even Martin Luther King, who brought the Reformation, understood and was quite steadfast on the point of infant baptism. Next slide. What is baptism? Baptism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾഡ് കവനന്റിൽ കാണുന്നുണ്ട് that ആ ഗോഡിന്റെ കവനന്റിന്റെ പാർട്ട് ആവുന്നതാണ് circumcision. So the moment you are given circumcision, you are part of the covenant. In Genesis 17 ദൈവം പറയുന്നത് circumcised ചെയ്യാത്ത person is out of the covenant.
Same goes for baptism. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഇപ്പൊ ഒരു അൺബിലീവർ വരുവാണ്, we give that person baptism. Baptism, although he might be attending church before he received baptism, but he becomes the member of our church only after he receives baptism. He is part of our community or of the covenant, or he is a descendant of Abraham through the new covenant only after he receives the promise of the new sign, that is baptism. So itrem clear and crystal clear avumbam that the promise of Abraham is received through baptism. Why should anyone deny a infant that promise that God wants us to give to the infant? So all the points that I have said, I have brought it to the conclusion that God explicitly wants, and we have seen that. So the PPT you can see here, Abraham was given the sign of the covenant after profession of faith, whereas Isaac was given the covenant before he understood what the sign signified. Abraham ആദ്യം faith confess ചെയ്തു, എന്നിട്ട് circumcise ആയി. Isaac ആദ്യം circumcise ചെയ്തു, then Abraham brought him up in that faith that he believed in, and that is what God commanded him to do. Same way, നമ്മുടെ പള്ളിയിൽ ഇപ്പം we have a small infant. If we don't baptize that kid till the time he is an adult, like what he understands the faith, that means that that kid is not part of the church. ഒരു കുഞ്ഞ് ചർച്ചിന്റെ ഒരു ഭാഗമല്ല till the time he gets baptized, and that is quite contrary or against what God is trying to say in the Bible. As descendants of Abraham, we follow the same practice in our new covenant. Shalom. Next slide. So Bible last point, some people do both, like Achan stated in the start. Some people do both infant and adult baptism because they are not sure child as a child the baptism they took was real or not. We have seen on all the above points that it can't be any more clearer that infant baptism is actually commanded by God, though not explicitly written. We have commandment from God to give the sign of his covenant to infants. So what is the point that we have to say to people who take baptism twice? The answer is in Ephesians 4:5. It's explicitly written that we have one baptism over there. And the last verse, that is Ephesians, and I would like to conclude with Ephesians chapter 2 verse 8. ആർക്കെങ്കിലും വായിക്കാം? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. So ഈ ഒരു വേഴ്സിൽ very clearly state ചെയ്യുന്നുണ്ട് that human actions cannot save us. By saying that we can be saved by baptism is saying that I can be saved by human actions, but explicitly it's written that you can be saved only by grace through faith. So only God can save a person. So namalapam Bible, if you open Jeremiah chapter 9 verse 25 or Romans chapter 3 and 4, you can see explicitly that the Jews or the Pharisees, they were under the assumption, like similar thing when we have, many of us have, that njan baptized njan save am, so let me get baptized at an older age, after which I will commit no sin. So or a similar thought aanu Pharisees and all other, that njan circumcised ayonda I will be saved. So this is what Jesus and Paul are trying to tell them, that you can't be saved only through circumcision. You can be saved only if you have the faith that Abraham had. So the sign has nothing to do with being saved. It's only that the sign should be instituted to a believer and his offspring as a promise and our covenant with God. So I would like to end my message on this point, that we should follow what is actually written in the Bible and show greater yearning towards
learning what actually God has instituted in the Bible, rather than following one or two verse, reading one verse and jumping to conclusions. So that's the message for the day. Thank you, Koshi, for making it biblical as far as possible. God bless your efforts. I appreciate, because a youth member has stepped ahead to be grounded in Bible to teach about infant baptism. May you be ignited so that you can create clarity among many people who have confusions. As stated by Koshi, infant baptism എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, the Bible was written in a male-dominated time. And through the holy baptism, there is no male or female, Jew or Greek, വലിയവനോ ചെറിയവനോ ഒന്നുമില്ല. All are one in Christ Jesus. Thank you for stressing that point of saying that salvation is through the grace of God. പല വേദഭാഗത്തു നിന്ന് പറയുന്ന ഒരു കാര്യമാണ്, baptism is not a guarantee of salvation. Baptism എന്ന് പറയുമ്പോൾ, baptism as a ritual, baptism as a sign is not a guarantee of salvation. But the most important factor is faith. ശിശു ആയിരുന്നപ്പോൾ മാതാപിതാക്കൾ വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു ഇതിനു വേണ്ടി. നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ 12-13 വയസ്സിൽ സൺഡേ സ്കൂൾ ടീച്ചറും അധ്യാപകനും ചേർന്ന് കുഞ്ഞിനെ അഭ്യസിപ്പിച്ച് ആ കുഞ്ഞ് സ്വന്തം അധരം കൊണ്ട്, ഹൃദയം കൊണ്ട് പറയുന്നു, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. This is the faith proclamation that we need to continue every day. ഇന്ന് വായിച്ച വേദഭാഗം, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ സാധിക്കുകയില്ല. These are all big words. Born again. ഈ born again ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്. എന്താണ് born again? Born again means in Greek, born of above or born of the Father. Born of the Father. ഇതൊരു ടൈറ്റിൽ അല്ല, ഇതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. അത് കഴിഞ്ഞ ദിവസം മോത്തി വർക്കി അച്ഛൻ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. ബോൺ ഓഫ് ദ ഫാദർ എന്ന് പറയുമ്പോൾ, നിന്റെ സ്വന്തം സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അതിനായിട്ട് ഇമ്പോർട്ടൻറ്റ്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക. അപ്പോൾ സിമ്പിൾ ആൻസർ, സാൽവേഷൻ ത്രൂ ഗ്രേസ് എന്ന് പറയുമ്പോൾ, വാട്ട് ഇസ് ഗ്രേസ്? ഗ്രേസിന് ഒറ്റൊരു വാക്കാണ് ബൈബിളിൽ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നത്. അത് എസദാണ്, അത് ദൈവസ്നേഹമാണ്. അതാണ് നിങ്ങളല്ല കാരണം, ദൈവത്തിന്റെ ദാനമത്രേ. യെരമ്യാപ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ നിത്യസ്നേഹത്താൽ, എവർ ലാസ്റ്റിംഗ് ലവ്. അതുകൊണ്ട് ദൈവസ്നേഹം കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു കോശി. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. റൈസ്. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന ദിവസം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. പ്രത്യേകിച്ച് ശിശുശാനത്തെ കുറിച്ച് പ്രിയപ്പെട്ട മകൻ